3/3 ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന കേസിൽ നമ്മൾ എലിമെന്ററി റോ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. അത് ഫിക്സ് ചെയ്താൽ അത് മാത്രം ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സിനെ ആദ്യം A is equal to IA എന്ന് എഴുതുക. അവിടെ നിന്ന് റെഡ്യൂസ് ചെയ്ത് I is equal to A ഇൻവേഴ്സ് A എന്ന ഫോമിലേക്ക് നമ്മൾ മാറ്റണം. നമുക്കൊരു എക്സാമ്പിൾ ഇട്ടത് ചെയ്യാം. നമ്മളിപ്പം മുമ്പേ പറഞ്ഞതുപോലെ 2 minus 3 3 then 2 2 3 3 minus 2 2 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്. ഇതിനെ നമ്മൾ ആദ്യം A is equal to IA എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ വരും. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാ ഈ പൊസിഷനെ A11 എന്നുള്ള പൊസിഷനെയാണ് ശരിയാക്കേണ്ടത്. A11 എന്നുള്ള പൊസിഷനെ ശരിയാക്കാനായിട്ട് നമുക്ക് പല മെത്തേഡ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ യൂണിവേഴ്സൽ ആയി അപ്ലൈ ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ് R1 ചേഞ്ചസ് ടു R1 ബൈ എന്താണോ ഈ പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ് അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ അതിനെ എങ്ങനെ പറയാം? R1 ചേഞ്ചസ് ടു R1 ബൈ 2 എന്ന് വരും. കറക്റ്റ് അല്ലേ? R1 ബൈ 2 എന്ന് വരുമ്പോൾ 1 minus 3/2 3/2 then 2 2 3 3 minus 2 2 then right side le 1 0 0 0 1 sorry R1 by 2 ചെയ്തിട്ടില്ലേ 1/2 0 0 0 1 0 0 0 1 into A എന്ന് വരും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. കുഴപ്പമില്ലല്ലോ? ഇത്ര നിങ്ങൾ നോട്ട് ചെയ്തില്ലേ? ഓക്കെ. ഇനി ഇത് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ പൊസിഷൻ 0 ആകണം. ഈ പൊസിഷൻ 0 ആകാനായിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാൽ റോ 2 ചേഞ്ച് വരേണ്ടത്. R2 ചേഞ്ചസ് ടു R2 മൈനസ് എന്താണോ ഈ പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ് 2 into R1. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കോമൺ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയാൽ ഇങ്ങനെ പറയാം. R2 ചേഞ്ചസ് ടു R2 മൈനസ് എന്താണോ A21 കിടക്കുന്നത് അതേ ഇൻറ്റു R1 ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഈ പൊസിഷൻ 0 ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് എഴുതാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, രണ്ടാമത്തെ റോയ്ക്കാണ് മാറ്റം വരിക. ഈ പൊസിഷനിൽ 0 ആയി, അടുത്ത പൊസിഷനിൽ 2 minus 2 into R1 ആണ്. അപ്പൊ എന്ത് വന്നു? 2 minus 2 into minus 3/2 എന്ന് വരും. അത് 2 plus 3 5. ഓക്കെ ആണോ? ഇനി അടുത്തത് 3 minus 2 into 3/2 എന്ന് വരും. 3 minus 2 into 3/2. അത് ചെയ്യുമ്പോൾ 3 minus 3 0 വരും. ഓക്കെ ആണോ? ബാക്കി അതുപോലെ തന്നെ എഴുതുക. 3 minus 2 into 3/2 അങ്ങനെയല്ലേ? 3 minus 2 into R1. ഇനി അത് നമ്മൾ റൈറ്റ് സൈഡിലും ചേഞ്ച് ചെയ്യണം. റൈറ്റ് സൈഡിലും ചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സിന് ഒരു ആദ്യത്തെ റോയ്ക്ക് മാറ്റമില്ല, അവസാനത്തെ റോയ്ക്ക് മാറ്റമില്ല. അത് വേണം നിങ്ങൾക്ക് ആദ്യം അങ്ങനെ തന്നെ എഴുതാം. ഇനി ഈ റോയുടെ ചേഞ്ച് വരിക 0 minus 2 into R2 ആണ് ചേഞ്ച് വരുന്നത്. 0 minus 2 into 1/2 എന്ന് വരും. അതായത് -1 എന്ന് കിട്ടും ഈ പൊസിഷൻ. ഇനി ഇവിടെ 1 minus 0 ആണ്, മാറ്റമൊന്നും വരില്ല. ഇവിടെ 0 minus 0 ആണ്, മാറ്റമൊന്നും വരില്ല. ക്ലിയർ ആണോ? ഇതേ ഇൻറ്റു A എന്ന് വരും. ഓക്കെ. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ഒന്ന് എഴുതിയെടുത്തില്ല. ഇനി നമുക്ക് ഈ പൊസിഷനിലും കൂടെ 0 ആക്കണം. അപ്പൊ ഇതിന് 0 ആക്കുക എന്ന് പറഞ്ഞാൽ അഗെയിൻ നമ്മൾ പ്രീവിയസ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ 3 minus 3 എന്ന് വരണം. അതിനായിട്ട് നമ്മൾ R3 ചേഞ്ചസ് ടു R3ലേക്കാണ് ചേഞ്ച് വരേണ്ടത്. R3 ചേഞ്ചസ് ടു R3 minus 3 R1 ചെയ്യണം. ഇനി അതിനെ ഒരു കോമൺ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞാൽ R3 ചേഞ്ചസ് ടു R3 മൈനസ് എന്താണോ ഈ പൊസിഷനിൽ കിടക്കുന്നത്, A31 എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന എന്താണോ അതേ ഇൻറ്റു R1 ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ R3 ചേഞ്ചസ് ടു R3 മൈനസ് 3 R1 എന്ന് പറയുമ്പോൾ ഇത് 1 minus 3/2 3/2 വ്യത്യാസമൊന്നുമില്ല. 0 5 0 അതിനും വ്യത്യാസമില്ല. മൂന്നാമത്തെ റോയ്ക്കാണ് ചേഞ്ച് വരിക. അത് ചേഞ്ച് വരുമ്പോൾ 3 minus 3 0 എന്ന് വരും. ഇനി അത് കഴിഞ്ഞ് -2 minus 3 into minus 3/2 എന്ന് വരും. കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. -2 minus 3 into R1 R1 കിടക്കുന്നത് -3/2.
അപ്പൊ അത് ചെയ്യുമ്പോൾ -2 + 9/2 എന്ന് വരും. അതെന്ന് പറയുന്നത് 5/2 ആവും. കറക്റ്റ് ആണോ? 5/2 ചെക്ക് ചെയ്ത് പോരും കേട്ടോ, ചിലപ്പോൾ തെറ്റിപ്പോ, അതുകൊണ്ടാണ്. ഇനി ഈ പൊസിഷൻ വരുമ്പം 2 - 3 × 3/2 എന്ന് വരും. കറക്റ്റ് അല്ലേ? 2 - 3R1 3 × 3/2. അപ്പൊ അത് ചെയ്യുമ്പോൾ 2 - 9/2 എന്ന് വരും. അത് -5/2 ആണ്. കിട്ടിയോ? റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ റോയ്ക്ക് വ്യത്യാസമില്ല, രണ്ടാമത്തെ റോയ്ക്ക് വ്യത്യാസമില്ല, മൂന്നാമത്തെ റോയ്ക്ക് 0 - 3/2 സോറി എന്തായിരുന്നു 3R1 അല്ലെ? 0 - 3 × 1/2 എന്ന് വരും. അതായത് -3/2. ഇവിടെ വരുമ്പം 0 - 0 ആണ്, മാറ്റമില്ല. ഇവിടെ വരുമ്പോൾ 1 - 0 ആണ്, അതിനും മാറ്റമില്ല. ക്ലിയർ ആണെങ്കിൽ എഴുതാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? മീട്ടുവിന് എങ്ങനെയുണ്ട്? ഇത് എന്തായാലും ആദ്യം സ്റ്റെപ്സ് പറയാം, അത് കഴിഞ്ഞ് നിങ്ങളൊരു 4 ചെയ്യുമ്പോഴേ ഓക്കെ ആവുള്ളൂ, അല്ലാതെ ശരിയാവില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അടുത്തത് ഈ പൊസിഷനിൽ 1 ആക്കുക. അതായത് R2-നെ ഈ പൊസിഷനിൽ 1 ആക്കുക. ഈ പൊസിഷനിൽ 1 ആക്കാൻ വേറെ ഒരു ഓപ്പറേഷനും ഇല്ല, ഒറ്റ ഓപ്പറേഷനേ ഉള്ളൂ. R2 changes to R2 by എന്താണോ ഈ പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ്, A22-ൽ കിടക്കുന്ന എലമെന്റ്, അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ വരുമ്പം R2 changes to R2 by 5 എന്ന് വരും. അത് ചെയ്യുമ്പം 1 - 3/2 3/2 0 1 0 0 5/2 -5/2 എന്ന് കിട്ടും ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ. ഇനി റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ 1/2 0 0 -1/5 1/5 0 -3/2 0 1 അത് എന്ന് കിട്ടും. ഓക്കെ, ഇവിടം വരെ വലിയ കുഴപ്പമില്ല അല്ലെ? അപ്പൊ നമുക്ക് ഈ പൊസിഷനിൽ ഇനി 0 വരണം. ഈ പൊസിഷനിൽ 0 വരാനായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ R1-ന് ആദ്യം ചേഞ്ച് കൊടുക്കുക. R1 changes to R1 മൈനസ് എന്താണോ ഈ പൊസിഷനിലുള്ളത്, ഇവിടെ ഉള്ളത് -3/2 ആണ്, അതേ ഇൻറ്റു R2 ചെയ്യാം. അപ്പം ഇൻ എഫക്റ്റ് വരുമ്പം ഇത് R1 + R2 + 3/2 R2 എന്നാവും. ഒരു കോമൺ സ്റ്റെപ്പ് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: R1 changes to R1 മൈനസ് എന്താണോ ഈ പൊസിഷനിൽ വരുന്നത്, ഈ പൊസിഷൻ എന്ന് പറയുന്നത് A12 ആണ്, അതേ ഇൻറ്റു R2 ചെയ്യാം. ഓക്കെ, അപ്പൊ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും നോക്കാം. R1 + 3/2 R2. റോ 1-നാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ റോ 1-ന് ചേഞ്ച് വരുമ്പം 1 + 3/2 R2. ഇതിന് മാറ്റം വരുമോ? ഇല്ല, ഇതിന് മാറ്റം വരാൻ പാടില്ല. ഇതിന് മാറ്റം വരുമോടാ? 1 + 3/2 R2 എന്ന് പറയുന്നത്, 3/2 R2 എന്ന് പറയുന്നത് അഗൈൻ 0 അല്ലേ? അതിനെ ആഡ് ചെയ്യുമ്പോൾ മാറ്റം വരുമോ? അപ്പൊ ഒരു കാര്യം കൂടെ ഓർക്കണം, നമ്മൾ ഈ സ്റ്റെപ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാമോ? ബാക്കി നമ്മൾ ചെയ്ത് ശരിയാക്കി വെച്ചതിനൊന്നും പ്രശ്നം വരാൻ പാടില്ല, അതിന് പ്രശ്നം വരില്ല. അങ്ങനെയാണ് അതിന്റെ റൂള് കേട്ടോ. ഓക്കെ, അപ്പം R1 + 3/2 R2 എന്ന് പറയുമ്പോൾ അഗൈൻ ഇവിടെ 1 ആണ്. അടുത്തത് R1 + 3/2 R2. കറക്റ്റ് അല്ലേ? നോക്കി, R1 + 3/2 R2 ശരിയല്ലേ? ഇത് 0 ആയില്ലേ? ഇനി അടുത്തത് R1 + 3/2 × 0. കറക്റ്റ് അല്ലേ? 3/2 തന്നെ വരും. കറക്റ്റ്. R1-ന് മാത്രമേ ചേഞ്ച് ഉള്ളൂ, ബാക്കി നിങ്ങൾക്ക് അതുപോലെ തന്നെ എഴുതാം. 0 1 0 0 5/2 -5/2. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി റൈറ്റ് സൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് റബ്ബ് ചെയ്തോട്ടെ. റൈറ്റ് സൈഡിൽ വരുന്നത് ഈക്വൽ ടു റോ 1-നാണ് ചേഞ്ച് വരുന്നത്. അപ്പം 1/2 + 3/2 R2. കറക്റ്റ് അല്ലേ? നോക്കി, 1/2 + 3/2 × -1/5 അല്ലെ? 3/2 R2 എന്ന് പറയുമ്പം 1/2 -3/10 എന്ന് കിട്ടും. ശരിയാണോ? നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, മനസ്സിലാകാതെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് 1/2 +
3/2 R2 കിടക്കുന്നത് -1/5. കറക്റ്റ് അല്ലേ? അത് ചെയ്യുമ്പം ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 - 3 2/10 എന്ന് കിട്ടും. ശരിയാണോ? അല്ലെങ്കിൽ 1/5. ഇനി അടുത്തത് ഈ പൊസിഷൻ ആണ്. 0 + 3/2 × R2 എന്ന് പറയുന്ന അവിടെ കിടക്കുന്നത് 1/5. ചെക്ക് ചെയ്ത് നോക്കിക്കേ. 0 + 3/2 R2 എന്ന് പറയുന്നത് 1/5. അപ്പൊ അത് 3/10 എന്ന് കിട്ടും. ഇനി അടുത്ത ഇവിടെ 0 ആണ്. 0 + 0 മാറ്റമൊന്നുമില്ല, 0 തന്നെ. അടുത്ത 2 റോയ്ക്കും ചേഞ്ച് ഒന്നുമില്ല. അതിനെ അങ്ങനെ തന്നെ എഴുതാം നമുക്ക്. അങ്ങനെ എഴുതുമ്പോൾ -1/5 1/5 0 then -3/2 0 1 എന്ന് കിട്ടും into a. അപ്പൊ 5/2 again 0 ആക്കാനായിട്ട് R3 changes to R3 - 5/2 R2 എന്ന് വരും. അല്ലെ നമുക്ക് കോമൺ ആയിട്ട് എഴുതിയാൽ R3 changes to R3 മൈനസ് എന്താണോ ഇവിടെ വരിക. ഇവിടെ വന്നിരിക്കുന്ന എലമെന്റ്, ഇവിടെ വന്ന എലമെന്റ് ഏതാ? A32 അല്ലെ? A32 R2 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? A32 R2 എന്താണോ ഇവിടെ വരുന്ന എലമെന്റ് അതേ ഇൻറ്റു R2. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും നോക്കാം. അത് ചെയ്യുമ്പോൾ ഇവിടെ 1 0 3/2 മാറ്റമൊന്നുമില്ല. 0 1 0 അതിന് മാറ്റമൊന്നുമില്ല. 0 0 ഇത് 0 ആയി പോയിട്ട് ഇവിടെ വരിക -5/2 -5/2 × R2 എന്ന് വരും. കറക്റ്റ് അല്ലേ? -5/2 -5/2 × 0 again -5/2 എന്ന് തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത മെട്രിക്സ് ചേഞ്ച് വരുത്തുമ്പോൾ എങ്ങനെ വരും നോക്കാം. അടുത്തതിനകത്ത് വരുമ്പോൾ ഈക്വൽ ടു ആദ്യത്തെ 2 റോയ്ക്ക് മാറ്റമില്ല. 3/10 0 -1/5 1/5 0. ഇനി ഈ എലമെന്റിന്റെ മാറ്റം -3/2 + 3/2 × 5/2 വരും അല്ലെ? -3/2 -5/2 × R2 എന്ന് പറയുമ്പോൾ 1/5. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ 5ഉം 5ഉം കട്ട് ചെയ്ത് പോയാൽ -3/2 -1/2 എന്ന് വരും. -3/2 -1/2 -4/2 -2 എന്ന് വരും. ശരിയല്ലേ? -2. ഇനി ഇത് അടുത്ത എലമെന്റ് 0 - 5/2 × 1/5 എന്ന് വരും. 0 - 5/2 × 1/5. ശരിയല്ലേ? 1/2. അപ്പൊ അത് -1/2. -1/2. അടുത്ത എലമെന്റ് 1 - 0 തന്നെ. അത് അഗെയിൻ 1 × a കൊടുക്കാൻ മറന്നു പോരുത്. അപ്പം ഇത്രയും സ്റ്റെപ്പ് ഒന്ന് എഴുതിക്കേ. അപ്പൊ ഇനി നമുക്ക് ഈ പൊസിഷനിൽ 1 വരുത്തണം. അതിനായിട്ട് എന്താണോ ആ പൊസിഷനിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ R3 ഡിവൈഡ് ചെയ്യുക. R3 ചേഞ്ചസ് ടു R3 -5/2 ചെയ്യുക. അത് തന്നെ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതാം. R3 ചേഞ്ചസ് ടു R3 എന്താണോ ആ പൊസിഷനിൽ കിടക്കുന്നത്, A33 എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന എന്താണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ഇതാ ഇങ്ങനെയാണ്. ആദ്യത്തേനും യാതൊരു മാറ്റവും ഇല്ല, രണ്ടാമത്തേനും യാതൊരു ചേഞ്ചും ഇല്ല, മൂന്നാമത്തേന് 0 0 1 എന്ന് വരും. കറക്റ്റ് അല്ലേ? ഇനി അപ്പുറത്ത് അപ്ലൈ ചെയ്യുമ്പം ആദ്യത്തെ റോയ്ക്ക് മാറ്റമൊന്നുമില്ല, രണ്ടാമത്തെ റോയ്ക്കും മാറ്റമൊന്നുമില്ല, മൂന്നാമത്തെ റോ വരുമ്പം -2 ഡിവൈഡഡ് ബൈ -5/2 എന്ന് വരും. കറക്റ്റ് അല്ലേ? എന്ന് പറയുമ്പോൾ -2 × 2 / -5 എന്ന് വരും. അപ്പൊ 4/5 എന്നാണ്. 4/5. ഇനി ഇവിടെ വരുമ്പം -1/2 ബൈ -5/2 എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 / -5 എന്ന് വരും. 2ഉം 2ഉം കട്ട് ചെയ്തു, മൈനസും മൈനസും കട്ട് ചെയ്താൽ 1/5 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഇനി ഇത് 1 / -5/2 എന്നാണ്. അത് തിരിച്ചിടുമ്പോൾ 2 / -5 എന്ന് വരും. അത് അങ്ങനെ തന്നെ -2 / 1/5 അല്ല -2/5 ഇതേ ഇൻറ്റു a എന്ന് കിട്ടും.
ഓക്കെ ആണോ? ആ സ്റ്റെപ്പ് എഴുതിക്ക്. R1 ശരിയായ നമുക്ക് ഈ പൊസിഷനുകളുടെ 0 എന്ന് നമുക്ക് ആൻസർ ആയി. പക്ഷെ നമ്മൾ ഈ പൊസിഷനിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എലമെന്റ് കയറി വന്നേക്കാം. ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് 0 ആയി പോയതുപോലെ എപ്പോഴും 0 ആയി പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ 0 അല്ലെങ്കിൽ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാൽ R2 ചേഞ്ചസ് ടു R2 മൈനസ് എന്താണോ ആ പൊസിഷനിൽ കിടക്കുന്നത്, അവിടെ A23 ആണ്, A23 കിടക്കുന്ന എന്താണോ അതേ ഇൻറ്റു R3 ചെയ്താൽ മതി. ഓക്കെ, R2 ചേഞ്ചസ് ടു R2 മൈനസ് എന്താണോ ആ പൊസിഷനിലുള്ള എലമെന്റ് അതേ ഇൻറ്റു R3 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ അത് 0 ആയതുകൊണ്ട് നമുക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ പൊസിഷൻ 0 ആക്കണം. ഈ പൊസിഷൻ 0 ആക്കാൻ അഗെയിൻ ഈ സ്റ്റെപ്പ് തന്നെ ഒന്ന് മാറ്റി ചെയ്താൽ മതി. R1 ചേഞ്ച് വരേണ്ടത്. R1 ചേഞ്ചസ് ടു R1 മൈനസ് എന്താണോ ഈ പൊസിഷനിൽ കിടക്കുന്നത് 3/2 ഇൻറ്റു R3 ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ കോമൺ സ്റ്റെപ്പ് എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും. R1 ചേഞ്ചസ് ടു R1 മൈനസ് എന്താണോ ഈ പൊസിഷനിൽ ഉള്ളത് A31 അല്ല A13. R1 ചേഞ്ചസ് ടു R1 മൈനസ് A13 R3 ചെയ്താൽ മതി. അപ്പൊ അതുകൂടെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പം ഇവിടെ 1 0 0 0 1 0 0 0 1 എന്ന് കിട്ടും. ഇനി റൈറ്റ് സൈഡ് ചെയ്യുമ്പം ആദ്യം ചേഞ്ച് വരേണ്ടത് ഫസ്റ്റ് റോയ്ക്കാണ്. അപ്പം 1/5 മൈനസ് 3/2 ഇൻറ്റു മൈനസ് 1/5 എന്ന് വരും. കറക്റ്റ് അല്ലേ? 1/5 മൈനസ് 3/2 ഇൻറ്റു മൈനസ് 1/5 എന്ന് പറയുമ്പം 1/5 പ്ലസ് 3/10 എന്ന് വരും. അതായത് 5/10 അഗെയിൻ 1/5 എന്ന് വരും. കറക്റ്റ് അല്ലേ? അടുത്ത സ്റ്റെപ്പ് 3/10 മൈനസ് 3/2. തെറ്റുപറ്റി അല്ലേ? നമുക്ക് R3 ഉണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, മിസ്റ്റേക്ക് കേട്ടോ, അത് തെറ്റാണ്. ആദ്യത്തെ ചെയ്യുമ്പം R1 കിടക്കുന്ന എലമെന്റ് 1/5 ആണ്. 1/5 മൈനസ് 3/2 R3 ആണ്. R3 എന്ന് പറയുമ്പോൾ 4/5. ഓക്കെ, 4/5 എന്ന് പറയുമ്പോൾ 12/10 എന്ന് വരും. 1/5 മൈനസ് 12/10 എന്ന് പറയുമ്പോൾ 6/5 എന്ന് എഴുതാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് 5/5 ആൻസർ വരും. കറക്റ്റ് അല്ലേ? നോക്കി, 1 മൈനസ് 6/5 മൈനസ് 5/5 എന്ന് പറയുമ്പോൾ അത് 1/9 മൈനസ് 1/9. ഇനി അടുത്തത് 3/10 മൈനസ് 3/2 ഇൻറ്റു R3 എന്ന് പറയുമ്പം 1/5 ആണ്. അത് ചെയ്ത് കഴിയുമ്പം 3 മൈനസ് 3 0 കിട്ടും. നെക്സ്റ്റ് 0 മൈനസ് R1 മൈനസ് 3/2 R3 എന്ന് പറയുമ്പോൾ മൈനസ് 2/5. 2ഉം 2ഉം കട്ട് ചെയ്ത് പോയിട്ട് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. പ്ലസ് 3/5 എന്ന ആൻസർ കിട്ടും. ബാക്കി രണ്ട് റോയ്ക്കും യാതൊരു ചേഞ്ചും ഇല്ല. 4/5 1/5 മൈനസ് 2/5 എന്ന് വരും ഇൻറ്റു A. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണോ ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ആയി. നമുക്ക് എങ്ങോട്ടാണോ റെഡ്യൂസ് ചെയ്യേണ്ടത് അവിടെയായി. അപ്പൊ ഈ കിടക്കുന്ന ഈ മെട്രിക്സ് ആണ് നമുക്ക് ആദ്യം തന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് A ഇൻവേഴ്സ്. ഇതേ മെത്തേഡ് വെച്ച് നമുക്ക് ഈ മെട്രിക്സിന്റെ 2 0 -1 5 1 0 0 1 3 ഇതെല്ലാം കുഞ്ഞു നമ്പറുമാണ്. അതുപോലെ തന്നെ ഇതിന്റെ പല പൊസിഷൻസും ഓട്ടോമാറ്റിക്കലി ശരിയായി പൊക്കോളും ചെയ്യും. മുമ്പേ ചെയ്ത അത്രയും ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻ അല്ല ഇത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതണം. ഇത് മാറ്റി എഴുതാതെ ചെയ്തു തുടങ്ങരുത്, തെറ്റിപ്പോവും. ഇത്രയും ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ ആലോചിക്കുക ഈ പൊസിഷനെ നമുക്ക് 1 ആക്കാൻ ഏത് സ്റ്റെപ്പ് അപ്ലൈ ചെയ്യണമെന്ന്. രണ്ടുപേരും തന്നെ ആലോചിച്ചു. അപ്പൊ അത് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ R1 ചേഞ്ചസ് ടു R1/2 എന്ന് വരും. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഈ രണ്ട് മെട്രിക്സിലും അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ ആണോ കിട്ടിയെന്ന് പറയാം. 1 0 -1/2 5 1 0 0 1 3 10 റൈറ്റ് സൈഡില്
ഒരേ ഒരു എലമെന്റിനെ മാറ്റം വരുള്ളൂ. 1/2 0 0 0 1 0 0 0 1. ഇതാണോ കിട്ടിയത്? അതെ. ഇനി അടുത്തത് നമുക്ക് ഏത് എലമെന്റ് ശരിയാക്കണം? 5 ശരിയാക്കണം. 5 എന്താക്കണം? 0 ആക്കണം. 5 0 ആക്കണം. 5 0 ആക്കാൻ ഏത് എലമെന്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണമെന്ന് ഒന്ന് ആലോചിക്കാം. R2 changes to -5 into R1. R2 minus 5 into R1. കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ആ സ്റ്റെപ്പ് നിങ്ങൾ രണ്ട് മെട്രിക്സിലും അപ്ലൈ ചെയ്തേച്ച് ആൻസർ പറയാം. മീറ്റുന് കിട്ടിയ ആൻസർ വായിച്ചെന്നാ. ആദ്യത്തെ മെട്രിക്സ് വായിച്ചോ. 1 0 minus 1/2 0 1 minus 5/2. കറക്റ്റ്. ഓക്കെ. -5/2 ആണോ? ഒരു ചെറിയ എറർ ഇല്ലേ? 5/2 ആണ്. 0 minus 5 into minus 1/2 എന്നാണ്. അപ്പൊ അത് പ്ലസ് ആയി പോകും. അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. അടുത്ത റോ വായിച്ച്. ചേഞ്ച് ഒന്നുമില്ല. 0 1 3. ഓക്കെ. ഇനി റൈറ്റ് സൈഡിലെ മെട്രിക്സ് വായിച്ച്. 1/2 0 0 5/2 ആണോ? മൈനസ് 5/2 ആണ്. സൈനിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. 5/2 1 0. പിന്നെ 0 0. ഓക്കെ. അപ്പൊ ആ സൈൻ രണ്ടും ഒന്ന് ശരിയാക്കിക്കേ. ഇനി നമുക്ക് അടുത്തത് ഈ പൊസിഷൻ 0 ആക്കണമായിരുന്നു. ഓൾറെഡി ഈ പൊസിഷൻ 0 ആണ്. അപ്പൊ ആ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഒരു സ്റ്റെപ്പ് സ്കിപ്പായി. ഇനി അടുത്തത് ഈ പൊസിഷനിൽ 1 വരണം. 1 വരണം. അതും ഓൾറെഡി 1 ആണ്. ഓക്കെ. മേളത്തെ 0 കിട്ടി. ഇനി ഇത് ഈ താഴത്തെ 0 ആക്കണം. കറക്റ്റ്. ആ താഴത്തെ 0 ആക്കി നോക്കിക്കേ. ഏത് എലമെന്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു? മൈനസ് R2. R3 changes to R3 minus R2. അപ്പൊ അത് രണ്ടിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഈ സ്റ്റെപ്പ് സോനു വായിക്കാവോ? R3 changes to R3 minus R2 ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ഏതാ? നേരെ പറയാവേ. 1 0 minus 1/2 1 0 minus 1/2 0 1 5/2 0 1 5/2 0 0 1/2 0 0 1/2 0 0 1/2. അത് ചെക്ക് ചെയ്തേക്കാം. 3 minus 5/2 എന്നാണ്. അല്ല, അപ്പൊ 1/2 ആണ്. 3 into 2 6 minus 5 1/2. 3 into 2 6 6 minus 5 1 1/2. കറക്റ്റ് ആണ്. ഓക്കെ. ഇനി ഓക്കെ. ഇനി റൈറ്റ് പറഞ്ഞു. 1/2 0 0 0 minus 5/2 1 0 1 0 5/2 കറക്റ്റ്. 5/2 minus 1 1. ഓക്കെ. ശരിയാണ്. ഇനി അടുത്ത ഏത് പൊസിഷൻ ശരിയാക്കണം? ഞാൻ അടുത്തത് ഈ 1/2 ശരിയാക്കണം. ഈ 1/2 എന്താക്കണം? 1 ആക്കണം. 1/2 1 ആക്കണം. 1/2 1 ആക്കണമെങ്കിൽ ഏത് സ്റ്റെപ്പ് അപ്ലൈ ചെയ്യണം? ഡിവൈഡഡ് ബൈ 1/2. അതെ. അപ്പൊ അത് ചെയ്തു. അപ്പൊ ഇങ്ങനെ എഴുതാം. R3 changes to R3 by 1/2. അത് രണ്ടിടത്തും അപ്ലൈ ചെയ്തു. എന്നാ മീറ്റുവിന്റെ ആൻസർ വായിച്ചു. 1 0 minus 1/2. ഓക്കെ. 0 1 5/2 0 0 1. ഇനി റൈറ്റ് സൈഡ് 1/2 0 0 minus 5/2 1 0. അടുത്തത് 5 minus 1/2 minus 2 2 അല്ലേ? minus 2 2 അല്ലേ? minus 2 2 അല്ലേ? 5 ശരിയാണോടാ? 5/2 minus 2 2. അതെ. ഇൻറ്റു എ എന്ന് വരും. ഓക്കെ. ഇനി അടുത്തത് ഏത് പൊസിഷൻ ശരിയാക്കണമെന്ന് നോക്കിക്കേ. 5/2 എന്താക്കണം? 0 ആക്കണം. അതുപോലെ തന്നെ ഒരു ചോദിച്ചു. കിട്ടിയില്ലേ? -2 കിട്ടിയില്ലേ? ഡിവൈഡഡ് ബൈ 1/2 ഡിവൈഡഡ് ബൈ 1/2 എന്നാണ്. അതെ.
-1 divided by 1/2. അപ്പൊ ഈ 2 മേളിലേക്ക് എപ്പോഴും പോവും അതോ അതിനടിയിൽ വേറൊന്നും കൂടി വേണോ? എടാ -1 divided by 1/2 എന്നല്ലേ ഇതല്ലേ ചോദിച്ചത്? ഓക്കെ, അപ്പൊ -1 ഒരു നമ്പർ, അതിനെ നമ്മൾ വേറൊരു ഫ്രാക്ഷൻ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴാണ് -2 ആവുന്നത്. ഓക്കെ, അതേസമയം കിട്ടിട്ട് ഞാനത് വെട്ടിക്കളഞ്ഞിട്ട് -1/2 അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. പക്ഷെ ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ 1/2 ഡിവൈഡഡ് ബൈ 2 എന്നാന്ന് വിചാരിക്കാം. അപ്പൊ അടി കിടക്കുന്ന ഒരു ഫ്രാക്ഷൻ അല്ല, നമ്പർ ആണ്. അതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കണം. അന്നേച്ച് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു 1/2 എന്നാ വരുന്നത്. 1/4 എന്ന് എഴുതാം. ഓക്കെ, അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണം കേട്ടോ. R2 gives R2 minus 5/2 into R3. 5/2 into R3. ഡിവിഷൻ പോസിബിൾ അല്ല, ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അല്ലേ ആവത്തുള്ളൂ. അപ്പം എന്താണോ ഇവ ഈ പൊസിഷനുള്ള എലമെന്റ് അതേ ഇൻറ്റു R3 ചെയ്ത് മൈനസ് ചെയ്യാം. ഓക്കെ, അത് മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നിങ്ങളുടെ എഴുതിക്കോ കേട്ടോ. അല്ല ഇത്രയും മഴക്കാറ് രാവിലെ മഴക്കാറുണ്ട്. എന്നാ ഈ മെട്രിക്സ് ഒന്ന് വായിച്ചേ. ആദ്യം തൊട്ട് വീട്ടു വായിച്ചു. 10 minus 1/2. 10 minus 1/2. 0 1 0. 0 0 1. ഓക്കെ, ഇനി അടുത്ത മെട്രിക്സ് 1/2 0 0. 1/2 0 0. -15 6 -5 അല്ലേ? 5 minus 2 2. 5 minus 2 2. ഓക്കെ, ഇനി ഒറ്റ പൊസിഷനോട് ശരിയാക്കിയാൽ ശരിയായി. ഏതാണ് നമുക്ക് ശരിയാക്കേണ്ട പൊസിഷൻ? -1/2 മാറ്റി 0 ആക്കാം. -1/2 0 ആക്കണം. -1/2 എങ്ങനെ 0 ആക്കാമെന്ന് ആലോചിച്ചു. R1 gives R1 changes to -1/2 into R3. R1 changes to R1 minus -1/2 into R3. അപ്പൊ ഇൻ എഫക്ട് അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. R1 changes to R1 plus 1/2 R3. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അതുകൂടെ ചെയ്താൽ ആൻസർ ആയി. എന്നാ സോനു വായിച്ചോ, എന്താ കിട്ടുന്നതെന്ന്. 1 0 0 1 0 0 0 1 0 0 1 0 0 0 1 0 0 1. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് മെട്രിക്സ് ശരിയായി. റൈറ്റ് 3 3 -1 -1 1 1 -15 -15 6 6 -5 -5 5 5 -2 2 2. ഇത് തന്നെയാണോ മേട്ടോന് കിട്ടിയത് ഫസ്റ്റ് റോയില്? ഇത് തന്നെ കിട്ടിയത്. അപ്പൊ ഞാൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതിന് ഹോംവർക്ക് ഞാൻ ഇട്ടേക്കാം. ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇനി മെട്രിക്സ് എന്ന് ചോദിക്കാനില്ല കേട്ടോ. മാക്സിമം ഇതൊക്കെയേ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഹോംവർക്ക് കൂടി ഇട്ടേക്കാം. ഇതിന്റെ ഒരു റീക്യാപ്പ് ചെയ്തതിന്റെ ഒരു വീഡിയോ ഉണ്ട്, അതുകൂടെ ഇട്ട് തന്നേക്കാം. അപ്പൊ അതുകൂടെ വെച്ച് പഠിച്ചോ കേട്ടോ. നമുക്കൊരു എക്സാം ഇട്ടേക്കാം.